സുഖല്ലേ? ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെ വിശേഷങ്ങൾ? ഓ ഇപ്പോൾ കൂട്ടുകാരെ എന്തൊക്കെ പറയാനുള്ളത്? അപ്പം ഞാൻ എന്ന് പറയാൻ പോണത് ലൈവിൽ വന്നിട്ട് നമ്മളെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായ കല്യാണവും ഇന്നത്തെ കല്യാണവും തമ്മിൽ വ്യത്യാസത്തെ പറ്റി പറയാൻ പോവാം. അന്ന് എനിക്ക് 50 വയസ്സായല്ലോ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ കല്യാണം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അയൽവാസികൾ നമ്മൾ കൂട്ടുകാരൊക്കെ കൂടും. എന്നിട്ട് കവുങ്ങൊക്കെ മുറിച്ചുകൊണ്ടേണ്ടി വരും. അത് അങ്ങ് പാടത്തോ എവിടെയും പോയി കൊണ്ടുവരും. അല്ലെങ്കിൽ അത് വീട്ടിലുണ്ടാവും. അവരുടെ കല്യാണം കഴിഞ്ഞ് വെച്ച കവുങ്ങുകളും മുളകളൊക്കെ ഉണ്ടാവും. അതൊക്കെ തോളിലേറ്റി കൊണ്ടുവരും. ഒരാഴ്ച മുമ്പേ തുടങ്ങും, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പേ ഞാൻ തുടങ്ങും പണി. എന്നിട്ട് അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് തുടങ്ങും എന്തായാലും. എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ? ഇതൊക്കെ തൂക്കി കൊണ്ടുവന്ന് കുഴിച്ചൊക്കെ ഇട്ട് അതിനോടൊക്കെ തൊടികളൊക്കെ വൃത്തിയാക്കും. പുല്ല് അറിഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ വൃത്തിയാക്കി പിന്നെ കൈക്കോടെ വൃത്തിയാക്കി എല്ലാവരും കൂടി വൃത്തിയാക്കുക ചെയ്യുക. ഇന്നും അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ അന്നത്തെ ഒരു രസം പറയാൻ പോവാണ്. അങ്ങനെ വൃത്തിയാക്കി പന്തലൊക്കെ ഇട്ട് കാലൊക്കെ കുഴിച്ചിട്ട് അന്ന് തെങ്ങോല മടഞ്ഞുണ്ടാവും, അത് കൊണ്ടുവരും. പിന്നെ തറപ്പ് എന്തെങ്കിലും പിന്നെ അതുപോലെ തെങ്ങോല മടഞ്ഞായിരിക്കും നമ്മളിങ്ങനെ കവുങ്ങിങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇതൊക്കെ വെക്കും. അങ്ങോട്ട് കവുങ്ങിൻ്റെ കോല് വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ തെങ്ങോല എടുത്തിടും. അതിൽ മുള എന്നുണ്ടായാൽ വീടിയ വാടക കിട്ടും. മുള 100 റുപ്യ 2 റുപ്യ അവിടെ മുളക്ക് വില വാടക. അങ്ങനെ മുളയും കൊണ്ടുവരും. എന്നിട്ട് തെങ്ങൊക്കെ കവുങ്ങും ഒക്കെ നമ്മൾ തെണ്ടി എന്നാണ് പറയുന്നത്. ആ തെണ്ടിയല്ല, തെണ്ടി എന്ന് പറയുന്നത് ആ തെണ്ടിയാണ്. തെണ്ടി അങ്ങനെ അത് കൊണ്ടുവരും. അങ്ങനെ ആക്കപ്പാടെ കൊണ്ടുപോയിട്ട് നമ്മൾ പന്തലിടും. ഒരു രസം തന്നെയാന്നൊക്കെ. കൂട്ടുകാരുണ്ടാവും, അയൽവാസികളുണ്ടാവും, ഒക്കെ ഉണ്ടാവും, കുടുംബക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ അന്ന് വേറെന്നുണ്ടായിന്, ഒരു 3 ദിവസം മുമ്പേ അരി ചേറലുണ്ടാവും. അതിന് അമ്മായിയാണ് അരിൻ്റെ കെട്ടയക്കുക. എന്നിപ്പോൾ അരി ചേർന്ന പ്രശ്നമേ ഇല്ല. അരി ചേരണ്ട, ചേറി അരിയാണ് വരുന്നത്. അന്ന് അരി ചേർന്നാലും അന്നൊരു അരി ചേരാനൊരു ചടങ്ങുണ്ടാവും. എന്നിട്ട് 2-3 ദിവസം മുമ്പ് ഒരു 3-4 ദിവസം മുമ്പ് ഒരു വെള്ളിയാഴ്ചയ്ക്ക് അരി ചേറലുണ്ടാവുക, ഞായറാഴ്ച കല്യാണമാണെങ്കിൽ. എന്നിട്ട് അരി ചേറും. അതിൽ അമ്മായിയാണ് എന്ത് ചെയ്യുക? ആ ചാക്കിൻ്റെ കെട്ടയക്കുക. എന്നിട്ട് അരി ചേറൽ കുറച്ച് പെണ്ണോട് കൂടി അരി ചേറൽ തുടങ്ങും. ഞാൻ പങ്കെടുത്ത സംഘം അഭിപ്രായം പറയാം കേട്ടോ. പിന്നെ അരി ചേറൽ തുടങ്ങും അതങ്ങനെ. എന്നിട്ട് നമ്മൾ ആണുങ്ങൾക്ക് പാടെ കൂടി പന്തലിടും. ഒരു രസം തന്നെ. അന്ന് ഉച്ചയ്ക്ക് ചിലപ്പോൾ എന്താവും, ബീഫും പൂളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അവരുമായി പൊറോട്ടൊക്കെ വാങ്ങും പിടിയെന്നൊക്കെ. അല്ലെങ്കിൽ പുട്ട് കടല ഇതും ഉണ്ടാവും. അങ്ങനെ എന്നിപ്പോൾ പന്തൽ അടുക്ക കരാറാണല്ലോ. അതല്ല, അന്ന് കൂട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് നമ്മൾ ചെങ്ങായിമാർ, അതുപോലെ അയൽവാസികൾ, പിന്നെ ചിലപ്പോൾ കുടുംബക്കാരൊക്കെ വരും. ആ പന്തലിടണ്ടേ, ആ പന്തലിട്ടാലോ അങ്ങനെ പന്തപ്പണിക്കായിട്ട് ഇറങ്ങലേനി. അതൊക്കെ ഒരു രസമായിരുന്നില്ലേ. പിന്നെ നമ്മൾ ഈന്തും പട്ട കൊണ്ടുപോയിട്ട് ഇങ്ങനെ മറക്കും, നല്ല ലെവലാക്കിയിട്ട് മറക്കും. നല്ല രസമാണ് കാണാൻ അന്നത്തെ കല്യാണം. ഇന്നത്തെ കല്യാണം അങ്ങനെയൊക്കെ ആണെന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ കല്യാണം ചിലർക്ക് വാടകയ്ക്ക് നമ്മൾ ഫുള്ള് കരാർ കൊടുത്താൽ പിന്നെ ഒരു പ്രശ്നം നമ്മൾ അറിയണ്ട, ഓലായിക്കോളും, പൈസ കൊടുത്തിച്ചാൽ മതി. പക്ഷെ അന്നത്തെ കല്യാണത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കൊക്കെ ഓർമ്മയുണ്ട്. എന്നെ പോലുള്ള ആൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ ഉള്ള പുതിയ ഈ തലമുറ ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതേനി. അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടി ഒന്ന് വന്നതാണ്, ഒന്ന് പഴയ ഓർമ്മ പുതുക്കാനേ. അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്തും കഴിഞ്ഞു പോയി. ഇനി കുറേ കാര്യങ്ങൾ ചിന്തിച്ചാൽ ഓർമ്മ വരും. നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. നിങ്ങൾക്കും പല അനുഭവങ്ങളുണ്ടോ, അതൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തിൽ രേഖപ്പെടുത്തണം. നിങ്ങൾ കല്യാണത്തിന് തലേന്ന് എന്തുണ്ടാവും? പിന്നെ സ്പീക്കർ എന്നാണ് പറയാം. അത് പാർലമെൻറ്റ് സ്പീക്കറും അല്ല, നമ്മൾ സ്പീക്കർ എന്നൊരു സാധനം ഉണ്ട്. അത് ഒരു കൊട പോലത്തെ സാധനം ഉണ്ടാവും. അത് തെങ്ങിൻ്റെ മുകളിലാണ് കെട്ടുക. 4 ഭാഗത്തും കെട്ടും. അതിന് വയറെടുത്തുകൊണ്ട് ഒരു ഇതുണ്ടാവും, ആംപ്ലിഫയർ ഉണ്ടാവും, അതിൽ കൊടുത്ത്. അന്ന് പിന്നെ കറണ്ട് എടുക്കണേ. അന്ന് വീട്ടിലും മിക്കവാറും വീട്ടിൽ കറണ്ട് ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് കല്യാണം പറയും കറണ്ട് എടുക്കുക. ദൂരം ഉണ്ടാവും, ഒരു വീട്ടിൽ കറണ്ട് ഉണ്ടാവും. ആ വീട്ടിൽ നിന്നാണ് വയറ് വലിച്ചിട്ട് കറണ്ട് എടുക്കുക. വയറൊക്കെ അന്ന് റൗണ്ടിൽ വയറുണ്ട്. ആ വയറ് കൊണ്ടുപോയിട്ട് പിന്നെ ഇലക്ട്രിസിറ്റി സൗണ്ടിൻ്റെ പണിക്കാരനുണ്ടാവും. അയാൾ വന്നിട്ട് എവിടെ കറണ്ടുള്ളൂ, കറണ്ട് 4 പേരെ അപ്പുറത്താണ്. എന്നാൽ അവിടെ പോയിട്ട് അവിടുത്തെ മീറ്റർ ഇതുവഴി കുത്തി എടുത്തുകൊണ്ട് കറണ്ടൊക്കെ ഉപയോഗിക്കൽ. അപ്പോൾ ഈ വീട്ടിൽ തീരെ കറണ്ട് ഉണ്ടാവില്ല, അതിനുണ്ടായിണ്ടാവില്ല. അപ്പോൾ ആ എൻ്റെ വീട്ടിലെ കല്യാണം അങ്ങനെ നടന്നത്. പണ്ട് കാക്കന കല്യാണം, പെങ്ങള കല്യാണം ഒക്കെ കറണ്ട് കിട്ടിയില്ലായിരുന്നു. അതൊക്കെ ഒരു അനുഭവമായിരുന്നു. ഇതുപോലെ പലർക്കും അനുഭവം ഉണ്ടാവും കേട്ടോ. അങ്ങനെ
അങ്ങനെ അപ്പം അന്ന് ലൈറ്റൊക്കെ ഇട്ട് തലേന്ന് ചിലപ്പം പാട്ടൊക്കെ പാടും മൈക്കിൽ. അത് കരോഗയും ഒന്നും ഇല്ലല്ലോ, അന്ന് ഇങ്ങനെ മൈക്കിലാണ് പാട്ട് പാടുക ചെയ്യുക. പിന്നെ അന്ന് റെക്കോർഡാണ്, അങ്ങനെ തിരിയുന്ന റെക്കോർഡുണ്ടല്ലോ, അതിലെ പാട്ട് വെക്കുക. എന്നിട്ട് അതിങ്ങനെ വെച്ചിട്ട് സൂക്ഷ്മതയോടൊരു സാധനം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കും. അപ്പോൾ യൂട്യൂബിൽ കളിച്ചൊക്കെ കാണാത്. അതിങ്ങനെ വെച്ച് അതിനിങ്ങനെ പാട്ട് പാടുക ചെയ്യുക. കറങ്ങും, വിജയൻകുട്ടിൻ്റെ പാട്ട്, അതുമാതിരി പല പീർ മുഹമ്മദിൻ്റെ പാട്ട്, വെളിയിൽ ഫസീലിൻ്റെ പാട്ട്, ഇതൊക്കെ തന്നെ പാടും. എന്നിട്ട് അന്ന് ബോക്സ് ഉണ്ട്, ബോക്സ് വളരെ കുറച്ച് ഓണിനുണ്ട്, ഓണെന്ന് അതിന് പറയാം. എന്നിട്ട് ഒരു തെങ്ങിൻ്റെ ഉള്ളിൽ അപ്പുറത്ത് കെട്ടും, ഇപ്പുറത്തെ തെങ്ങിൻ്റെ ഉള്ളിൽ കെട്ടും, 4 തെങ്ങിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ട് അന്നത്തെ കല്യാണം അങ്ങനെയൊക്കെ കഴിഞ്ഞു. പിന്നെ കസാല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇരുമ്പിൻ്റെ കസാല എന്നുള്ളത്. പിന്നെ ഇരുമ്പിൻ്റെ മേശ, അത് കുറ്റിക്കാടൂർ ഉണ്ടായിരുന്നത് 2-3 പിടിക്കാർക്ക് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. എന്നിട്ട് അതൊക്കെ വലിയ പണി, അതൊക്കെ വണ്ടി കയറ്റി കൊണ്ടുവരും എല്ലാവരും, നമ്മൾ തന്നെ പോയി കൊണ്ടുവരും നമ്മളെല്ലാവരും. എന്തൊക്കെ വാടക ഏൽപ്പിച്ച് കഴിഞ്ഞാൽ സാധനം വീട്ടിലെത്തും. അന്നല്ല, അന്ന് കല്യാൺ വീട്ടിൽ തന്നെ നടക്കുന്നുണ്ട്, സോനി ഹാളിൽ വെച്ചിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞാണ്. പക്ഷെ അന്നത്തെ കല്യാണത്തൊക്കെ രസമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനൊന്നും ആർക്കും ആവില്ല, മടി. ഇപ്പോൾ 12 ഞാൻ 12 ആ കര ഏത് പാവപ്പെട്ട ആ കര കൊടുക്കുകയാണ്, ആ കര കൊടുക്കുക. ഈ 12 ആൾക്ക് ആൾ പറഞ്ഞ ആളെ കിട്ടൂല, ആളുണ്ടായില്ല. ഇന്നത്തെ അവസ്ഥ അതാണ്. നമ്മൾക്ക് ഈ 2 അവസ്ഥയിലും ഇപ്പം കഴിഞ്ഞു വരാം. ആ അവസ്ഥയിലും കഴിഞ്ഞ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അവസ്ഥയിലും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ അതൊക്കെയാണ് പണ്ടത്തെ ഒരു കാര്യം പറഞ്ഞതേ കല്യാണത്തിൻ്റെ കാര്യം. അത് പല കാര്യങ്ങൾ പങ്കുവെക്കാണ്ട്. 19 വയസ്സാണ്, എനിക്ക് 50 വയസ്സായിട്ടുള്ളൂ. 50 വയസ്സിന് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നിങ്ങൾക്കും അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ അനുഭവങ്ങളുണ്ട് പറയാം. അപ്പം ഇത്രയൊക്കെ ഉള്ള ഇത് പറയാനുള്ളത് പൂർത്തിയാക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ കല്യാണം ഇന്നത്തെ കല്യാണമായിട്ട് ഇന്നിപ്പോൾ ഒക്കെ വാടക നമ്മൾ വാടക ഏൽപ്പിച്ച സാധനമൊക്കെ വീട്ടിലെത്തി, ഒക്കെ പൈസ കൊടുത്തിച്ചാൽ മതി. പക്ഷെ അന്നത്തെ രസമായിരുന്നു പരിപാടിക്കൊക്കെ. അത് ഹരാണ്. 4-5 ദിവസം 12 ആയിട്ടേ. അഭിപ്രായങ്ങൾ ഏർപ്പെടുത്താം. ഒക്കെ ഇതുപോലെ അനുഭവങ്ങൾ അതിനും വരും.